ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ രുദ്രട്ടന്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ പേരായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് രുദ്രന് എന്തൊക്കെ ഫുഡാണ് ഞാൻ കൊടുക്കാറില്ലെന്നൊക്കെ. റെസിപ്പി വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇടുമ്പോൾ ചോദിക്കാറുണ്ട് മോൻ എന്താണ് ഫുഡ് കൊടുക്കാറില്ലെന്നൊക്കെ. അപ്പൊ പിന്നെ വിചാരിച്ചു നമുക്കൊരു ലോങ് വീഡിയോ ആയിട്ട് ഇന്നത്തെ ദിവസം അവന് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കണെന്നുള്ളത്. ഇപ്പൊ അവന് 1 വയസ്സും 3 മാസമായി. 15 മാസമായിട്ടുണ്ട്. അപ്പം ഒരു 1.25 വയസ്സ്. അപ്പൊ ഈ ഒരു സമയത്ത് രുദ്രന് എന്തൊക്കെയാ കൊടുക്കണേന്നാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രുദ്രന്റെ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. ഞങ്ങൾക്കൊരു 8-8:30 സമയത്താണ് ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത്. ഞങ്ങൾ രണ്ടുപേരും ആ ഒരു സമയത്ത് തന്നെയാണ് എണീക്കുന്നത്. ചില സമയങ്ങളിൽ അവൻ എണീറ്റിട്ടാണ് അവൻ എന്നെ എണീപ്പിക്കാറുള്ളത്. എണീറ്റ് വന്ന ആദ്യം തന്നെ അവന് കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട്. അവൻ ചില സമയത്തൊക്കെ നന്നായി ദാഹിച്ചിരിക്കുന്ന സമയമായിരിക്കും, അപ്പൊ നല്ലപോലെ വെള്ളം കുടിക്കും. ചില സമയത്തൊന്നും അങ്ങനെ അധികം വെള്ളം കുടിക്കാറില്ല. അത് കഴിഞ്ഞ് നേരെ തന്നെ കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. എണീക്കുന്നത് ആ ഒരു സമയത്തായതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നേരം വേഗണ്ടെന്ന് കരുതി പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചിട്ട് അവൻ ആദ്യം തന്നെ ഫുഡ് കൊടുക്കും. രാവിലെ നമ്മുടെ വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയായിരിക്കും രുദ്രന്റെയും ബ്രേക്ക്ഫാസ്റ്റ്. അവന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ രാവിലെ വീട്ടിൽ വെക്കുന്നത് എന്താണെങ്കിലും അവൻ അതിൽ നിന്ന് കുറച്ച് കഴിച്ചോളും. ഇന്ന് വീട്ടിൽ പുട്ടും ഗ്രീൻ ബീൻസ് കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മോന് കൊടുത്തപ്പോൾ പുട്ടും ചെറിയ ഞാലിപ്പൂവും പഴവും കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് ഇതുപോലെ പ്ലേറ്റിലാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആള് തനിയെ കഴിക്കാനൊക്കെ നോക്കും, പക്ഷെ അതിന്റെ 3/4 ഭാഗം പുറത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് അവന് കൊടുക്കും. അവനത് തനിയെ എടുത്ത് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം, നമ്മൾ വായിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും. രുദ്രന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്നത് വരെ അവൻ കുറച്ചു നേരം കളിക്കും. അത് കഴിഞ്ഞാൽ ആൾക്കൊരു ചെറിയ ഉറക്കമുണ്ട്. രുദ്രന് കഴിക്കാനായിട്ട് ഞാൻ ഇതുപോലെ റാഗി ലഡു ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കൊടുക്കും. ഇതിന്റെ റെസിപ്പി വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർക്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. തണുപ്പ് വിടാനായിട്ട് ഒരെണ്ണം നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഉറക്കം എണീറ്റ് വന്നപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണെടുത്ത് കൊടുത്തു. ഇതിൽ നമ്മൾ റാഗിയും എല്ലാ നട്ട്സും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഒരെണ്ണം മാത്രമാണ് അവന് കൊടുക്കുന്നത്. ഇനി ലഞ്ച് ടൈം ആണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് രുദ്രട്ടന്റെ ലഞ്ച്. അതിനായി ഒരു കുഞ്ഞു ഗ്ലാസ് അരി വെള്ളത്തിൽ ഞാൻ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ട്. ബസ്മതി റൈസ് ആണ്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സവാളയ്ക്ക് പകരം ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസും ക്യാരറ്റും അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പുപൊടി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി സോട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. ആ സമയം കൊണ്ട് അരിയിൽ കുറച്ച് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏകദേശം വെള്ളം പറ്റിയ സമയത്ത് ആ ചോറും കൂടി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടും കൂടി ഒന്നും കൂടി മൂടി വെച്ചിട്ട് വേവിക്കണം. ചിക്കനൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞാൽ ആ പീസൊക്കെ ഞാൻ ഇതുപോലെ കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കും. ഇത്തിരി ഓവർ കുക്കായിട്ടാണ് രുദ്രന് കൊടുക്കാറുള്ളത്. ബിരിയാണി ഞാൻ അവന്റെ പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കേടും കൂടി വെച്ച് കൊടുക്കാം. അവന്റെ ഫേവറേറ്റ് ആണ് കേട്. ഇങ്ങനെ ഫുഡ് വെച്ച് കൊടുക്കുമ്പോൾ ആളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അവൻ ആദ്യം തന്നെ തൈര് കഴിച്ച് നോക്കുന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് അവൻ ആദ്യം തന്നെ ബിരിയാണിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ നേരെ പോയത് തൈരെടുത്ത് കഴിക്കാനാണ്. അവൻ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കുറച്ച് ഞാൻ ഇതുപോലെ അവൻ തനിയെ കഴിക്കാനായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. ആള് തനിയെ കഴിച്ചോളും. പക്ഷെ എല്ലാ ഫുഡും ഞാൻ അവന് ഇതുപോലെ മുമ്പിൽ വെച്ച് കൊടുക്കാറില്ല. അവന് കുറച്ച് കഴിക്കാനായിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ട് ബാക്കി ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ ആള് കുറച്ച് എനിക്കും വാരി തരുന്നുണ്ട്. എനിക്ക് വാരി തരുന്നതിന്റെ പേരിൽ പകുതി താഴെ കളയും. അങ്ങനെ താഴെ കളയുന്നതും തുപ്പുന്നതൊക്കെ ഒഴിച്ചാൽ ബാക്കി കുറച്ച് ആളുടെ വയറ്റിലെത്തും. ഈ ഒരു ബിരിയാണി ചിക്കൻ ഇല്ലാതെയും വെജിറ്റബിൾസ് മാത്രമായിട്ടും പിന്നെ എഗ് ഇട്ടിട്ടൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അവന്. അങ്ങനെ കുറെ കഴിഞ്ഞാൽ ഒരു ഉച്ചയുറക്കത്തിനുള്ള സമയമാണ്. ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ ഉറങ്ങുന്നത്. ഇന്നത്തെ ഉച്ചയുറക്കത്തിന്റെ പോസാണിത്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങാനായിട്ട് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. രുദ്രന് എന്തായാലും നല്ല ഇഷ്ടമാണ്. അവൻ ഇടയ്ക്ക് ഇതുപോലെ കിടന്നുറങ്ങും. അവൻ എണീക്കുമ്പോഴേക്കും ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് കഴിക്കാനായാലും നല്ല ഹെൽത്തിയാണ്, അടിപൊളി ടേസ്റ്റുമാണ്. നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം, 2 വലിയ ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ നിറയെ നാളികേരം ചെറിയത്, കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ മാവിന്റെ ഒരു പരിവം. ഇനി ഒരു ദോശക്കല്ലോ നോൺ സ്റ്റിക്കിന്റെ പാനോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ നെയ്യോ ബട്ടറോ തൂവി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം. ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടെ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും വെള്ളം എടുത്തിട്ട് കൈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുക. കൈ നനച്ചാലാണ് നമുക്ക് ഈ ഒരു മാവിനെ ഇതുപോലെ പരത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്താനായിട്ട് പറ്റില്ല. പിന്നെ ഈ ഒരു മാവിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം കൂടുതൽ
കൂടുതൽ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ രുദ്രന് കൊടുക്കേണ്ടതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് അത്രയ്ക്ക് പഞ്ചസാര വേണമെന്ന് നിർബന്ധമില്ലാത്തതുകൊണ്ടും ഞാൻ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതും ഞാൻ ചേർത്തിട്ടില്ല. ഇതിന്റെ കൂടെ തന്നെ അവനൊരു മാതള നാരങ്ങയുടെ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. വീട്ടിലെല്ലാവർക്കും ഈ ഒരു സ്നാക്ക് നല്ല ഇഷ്ടമാണ്. ഭയങ്കര ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ മധുരത്തിന് നമ്മുടെ പഴത്തിന്റെ മധുരം ധാരാളമാണ്. പിന്നെ വേണമെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഈവനിങ് സ്നാക്ക് ഒക്കെ കഴിച്ചു. രുദ്രു ഇപ്പൊ ഇതുപോലെ വാട്ടർ ബോട്ടിലിൽ നിന്ന് സ്ട്രോളുള്ള കപ്പിലേക്ക് വെള്ളം കുടിക്കാനായിട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഉമ്മർത്തിരിക്കുമ്പോഴാണ് രുദ്രുവിന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 3 ടോയ്സ് ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കുട്ടികൾക്ക് ബ്രെയിൻ ഡെവലപ്മെന്റിനും പിന്നെ ആൽഫബറ്റ്സും നമ്പേഴ്സ് ഒക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടോയ്സ് ആണ്. ഇപ്പൊ ഇതിൽ ആ ബോൾസ് ഇടുന്ന ടോയ് മാത്രമാണ് അവൻ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. വഴിയെ കണ്ടിട്ടാണല്ലോ അങ്ങനെ ഓരോന്ന് പഠിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓട്ടോയിറ്റിനിടെ ആണെങ്കിലും ഈ ഒരു സമയത്ത് തന്നെ ഈ ടോയ്സ് വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം എന്ന് തോന്നി. ഇതിന്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ രുദ്രന്റെ ഡിന്നർ ചെറുപയർ കഞ്ഞിയാണ്. അവന്റെ മാത്രമല്ല, അവൻ ഇതുപോലെ കഞ്ഞി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനും അത് തന്നെയാണ് കഴിക്കുന്നത്. ഈ ചെറുപയർ കഞ്ഞി സാധാരണ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്നത് എനിക്ക് ഓർമ്മ വരാറുണ്ട്. അവന് കഞ്ഞി കൊടുക്കുന്ന ദിവസം എനിക്ക് ഇരട്ടി പണിയാണ്. ആ ഒരു പരിസരം മൊത്തം അവൻ അലമ്പാക്കി ഇടാറുണ്ട്. അവനാണെങ്കിൽ ഇത് തനിയെ കഴിക്കുകയും വേണം. ഒരു 7:30 ആകുമ്പോഴാണ് രുദ്രന് ഡിന്നർ കൊടുക്കുന്നത്. പിന്നെ ഒരു 9:30 ആകുമ്പോഴാണ് ആൾ ഉറങ്ങുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് അവനൊരു കാടമുട്ട പുഴുങ്ങിയതും കൂടി കൊടുക്കാറുണ്ട്. ഇതിൽ കാണിച്ചിട്ടുള്ള കോഴിമുട്ട അവൻ കഴിക്കുന്നതല്ല, അതെനിക്ക് വേണ്ടി പുഴുങ്ങിയിട്ടുള്ളതാണ്. ഇന്നത്തെ ദിവസത്തെ അവന്റെ ഫുഡ് ഇതൊക്കെയായിരുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ്, ബൈ.